ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലായ്ക്കടുത്ത് കുമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറാണ്. എല്ലാത്തിനുപരി ഞാനൊരു അക്രൈസ്തവനാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ദൈവം കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2019 ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഞാൻ എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അച്ഛനും ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല, പിന്നെ സ്വാഭാവികമായിട്ട് എനിക്കും ജോലിയില്ല. നിനക്ക് പൊലകുളിയും തമാശയില്ലടാ. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു, 2019 ഇവിടെ എത്തി. എല്ലാവർക്കും ലഭിച്ചതുപോലെ തന്നെ എനിക്കും പത്രം കിട്ടി. അച്ഛനായിരുന്നു പത്രം കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നും അറിയില്ല, ഇവിടെ വന്നു എന്താണെന്നറിഞ്ഞില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും വൃത്തിയായിട്ടുള്ള ധാരണയില്ല. സ്വാഭാവികം. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. വീട്ടിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു നല്ല ഫോൺ പോലും കയ്യിലില്ല ഉടമ്പടി ആരാധന കൂടാൻ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അന്ന് വേറെ ഒന്നിനും കുറവുണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് നല്ലൊരു ഫോൺ കിട്ടി. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും ചേർന്ന് ഉടമ്പടി ആരാധന കൂടാൻ തുടങ്ങി. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ്. അതിനകത്തൂടെ അച്ഛൻ്റെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ തുടങ്ങി. എങ്ങനെയാണ് ആരാധന കൂടേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടത്. അപ്പോൾ അതിനകത്തെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. എന്താ ഈ കണ്ടീഷൻസ്? ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങളതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ മുംബൈയിലേക്ക് പോയി, എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ എല്ലാം കുറേ അന്വേഷിച്ചു, ഒരു ജോലി പോലും എനിക്ക് കിട്ടിയില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട ഉടനെ തന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നീ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. നേരെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ മുന്നേ ആദ്യം കൃപാസനത്തിൽ വന്നു. അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അമ്മ ഇതാണ് എൻ്റെ അവസ്ഥ, ആരിടപെട്ടിട്ടും കാര്യമില്ല, ഒന്നാമത്തെ ചൊവ്വാദോഷമുള്ള ജാതകമാണ്, എങ്ങനെയും എനിക്ക് ഈ ജോലി തരണം എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണ് എനിക്ക്. അപ്പോൾ അമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ മുട്ടയമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് ആ ജോലി കിട്ടി. ഒരു ഫ്രഷർ, ഒരു ട്രെയിനിങ് കോർഡിനേറ്ററിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇൻറ്റേർണൽ ട്രെയിനറായി, അവിടുന്ന് ഡീലർ ഇൻ ഹൗസ് ട്രെയിനറായി. അപ്പോൾ ആ സമയത്തെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു എൻജിനീയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാവരോടും പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ എല്ലാവരും അത് ബ്രെയിൻ കൊണ്ടേ ചിന്തിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ ദൈവം തന്ന എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊറോണ ആ സമയത്ത് തന്നെയാണ് കൊറോണ വന്നത്. അപ്പോൾ കൊറോണ കാലമായി, എല്ലാം ഷട്ട് ഡൗൺ ആയി, ഫുൾ ലോക്ക്ഡൗൺ ആയൊരു കാലം. അപ്പോൾ ആ സമയത്തും പ്രത്യേകിച്ചൊരു വരുമാനം, ഒരു തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിൽ ദൈവം അടിപൊളിയായിട്ട് കൊണ്ടുപോയി ജീവിതം. ഒരു അല്ലലുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം കൊണ്ടുപോയി, ഇന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛനായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ പിന്നെ അക്രൈസ്തവർക്ക് ഉടമ്പടി പുതുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര സങ്കടം വന്നു. ഉടമ്പടി ആകെയുള്ളൊരു പ്രതീക്ഷ കൃപാസനമാണ്. എൻ്റെ കുടുംബത്തിനുള്ള ആകെയുള്ള അസറ്റ് എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. അപ്പോൾ ഇനി ഉടമ്പടി പുതുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമായി. തിരിച്ച് 2019 കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് 2021 ആയപ്പോഴത്തേക്ക് ഞാൻ ടെക്നിക്കൽ ട്രെയിനറാണ്. അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ട് ഞാൻ പ്ലാന്റിൽ പോകാറുണ്ട്. ഞാൻ ആക്ച്വലി ജോലി ചെയ്യുന്നത് ഡീലർഷിപ്പിലാണ്. അപ്പോൾ ഞാൻ പ്ലാന്റിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോകാറുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ കാണും R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഞാൻ ആ ഏരിയയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല. കാരണം ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ്. എൻജിനീയേഴ്സ് അതല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ
എനിക്കും ഇവിടെ ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു, അമ്മ എനിക്കിവിടെ ജോലി തരണം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? എന്നൊരു സമ്മതം മൂടൽ മാത്രമാണ് എനിക്ക് ആവശ്യം.